ഇന്ന് വെള്ളിയാഴ്ച നമുക്ക് അത്യാവശ്യം പണിയുള്ളൊരു ദിവസമാണ്. നമ്മൾ സാധാരണ റെഡ് ക്ലോ ക്രേഫിഷുകളുടെ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് വെള്ളിയാഴ്ചകളിലാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മളിതുപോലെ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളത് വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രേകളിലേക്ക് ഇട്ടിട്ടുള്ള കുഞ്ഞുങ്ങളിൽ ഏതെങ്കിലും വളരെ വലിയ സൈസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കാറുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതേപോലെ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് വലിയ സൈസ് 5 കുഞ്ഞുങ്ങളെയാണ്. ആ 5 എണ്ണത്തിന് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ചെയ്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് കിട്ടിയതും കഴിഞ്ഞ പ്രാവശ്യത്തെയും കൂടിയിട്ട് ടോട്ടൽ 8 എണ്ണമാണ് കൗണ്ട് ഉണ്ടായിരുന്നത്. ഇന്നത്തെ വാട്ടർ ചേഞ്ചിൽ നമുക്ക് കിട്ടിയ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. 4 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് വലിയ സൈസ്. അപ്പോൾ തന്നെ നമ്മൾ 4 കണ്ടെയ്നർ എടുത്ത് സെപ്പറേറ്റ് ആക്കി മാറ്റി. ഇവരെല്ലാവരും ഇതുവരെ കിട്ടിയതിന് ഇതിനെയൊക്കെ നമ്മളിപ്പോൾ സെപ്പറേറ്റ് കണ്ടെയ്നറിലാണ് ഇട്ടിട്ടുള്ളത്. കാരണം ഇവർ വലിയ സൈസ് ആയതുകൊണ്ട് നമുക്കിനി ഒരുമിച്ച് ഇടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ചെറിയ സൈസിനൊക്കെ ഇവർ അറ്റാക്ക് ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു സൈസ് ടോട്ടൽ കൗണ്ട് 12 എണ്ണം ആയിട്ടുണ്ട്. ഇനി ചില ട്രേകളിലൊക്കെ ഇപ്പോൾ സിംഗിൾ പീസായിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വലിയ ബ്ലൂ ക്രേറ്റിനകത്ത് ഒരെണ്ണത്തിൽ ഇപ്പോൾ 4 എണ്ണവും പിന്നെ വേറെ ഒരെണ്ണത്തിൽ 3 എണ്ണമായിട്ട് ചെറിയ സൈസുകൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ കൗണ്ട് ഈ വലിയ സൈസും നമ്മുടെ ചെറിയ സൈസും കൂടി ടോട്ടൽ കൗണ്ട് കുഞ്ഞുങ്ങളുടെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 22 പീസുകളാണുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രീഡിങ്ങിൽ നിന്ന് നമുക്കിപ്പോൾ സർവൈവ് ചെയ്ത് കിട്ടിയ കുഞ്ഞുങ്ങളുടെ ടോട്ടൽ കൗണ്ട് എന്ന് പറഞ്ഞ് 22 ആണ്. ടോട്ടൽ കൗണ്ട് നിങ്ങൾക്കറിയാം കുറേ ഉണ്ടായിരുന്നു. 10-40 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. 40-50 കാണും. അത്രയും പൊടിക്കുഞ്ഞുങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് വലുതായി വരുന്നതിനനുസരിച്ച് കൗണ്ട് കുറയും. നമ്മൾ പിന്നെ കുറച്ച് ചെറിയ സ്പേസുകളിലാണ് ഈ ട്രേകളിലും ബോക്സുകളിലൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ സ്പേസിൻ്റേതായിട്ടുള്ള കുറച്ച് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ അവർ ഫൈറ്റൊക്കെ ചെയ്ത് ഡെഡായി പോകും. അങ്ങനെയാണ് കൗണ്ട് കുറഞ്ഞത്. വലിയ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം കൗണ്ട് എന്താ പറയുക സേവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം ഇവർക്ക് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് നിൽക്കാനുള്ള സ്പേസ് ഉണ്ടായിരിക്കും വലിയ ടാങ്കുകളിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഏത് നേരം ഒരു ഫൈറ്റ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അങ്ങനെ അവസാനം നമുക്ക് കിട്ടിയ കൗണ്ടാണ് ഈ 22 എണ്ണം എന്ന് പറയുന്നത് കേട്ടോ. അതിൽ വലിയ സൈസാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പിടിച്ച് ഇതുപോലെ സെപ്പറേറ്റ് മാറ്റിയിടുന്നത്. അങ്ങനെ ടോട്ടൽ 12 എണ്ണം ഈ ഒരു വലിയ സൈസും ബാക്കി വരുന്നതാണ് ചെറിയ സൈസ് കിടക്കുന്നത്. അപ്പോൾ ചെറിയ സൈസൊക്കെ ഇപ്പോൾ അത്യാവശ്യം വലിയ സൈസ് ട്രേകളിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അവർ ഡെഡായി പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം കൗണ്ട് കുറവായതുകൊണ്ട്. വലിയ സൈസിനെല്ലാം ഇതുപോലെ നമ്മൾ പിടിച്ച് സെപ്പറേറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിലതിനൊക്കെ നമ്മൾ ചെടിച്ചട്ടികളിലാണ് സെറ്റ് ചെയ്ത് ഇട്ടിട്ടുള്ളത്. ഇവരെ നമ്മൾ ചെടിച്ചട്ടികൾ തന്നെയാണ് ഇടാനായിട്ട് പോണത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ട്രേകൾ വാങ്ങിയിട്ട് ട്രേകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്നാണ് ചില കുഞ്ഞുങ്ങളൊക്കെ ചില ട്രേകളിൽ വലുതാവുന്നത്. അതായത് ആ വലിയ പീസുകളാണ് ഈ കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 5 എണ്ണത്തിന് എടുത്ത് മാറ്റിയപ്പോൾ ഈ കാണുന്ന സൈസ് ഒന്നും ഇത്ര ആയിട്ടുണ്ടായിരുന്നില്ല. കണ്ടില്ല, ജസ്റ്റ് ഒരാഴ്ച കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ട്രേകളിൽ സിംഗിൾ പീസ് മാത്രമായിട്ടാണ് കിടക്കുന്നത്. ഇതേപോലെ നമ്മൾ എടുത്തെടുത്ത് അവസാനം അതിനകത്ത് സിംഗിൾ പീസ് ആയിട്ടുണ്ട്. ട്രേകളിൽ ഇപ്പോൾ സിംഗിൾ പീസുകളാണ് കിടക്കുന്നത്. പിന്നെ ബാക്കി ഇതുപോലെ കിട്ടിയ അഡീഷണൽ ആയിട്ടുള്ള ഓരോ പ്രാവശ്യം നമ്മൾ കളക്ട് ചെയ്ത സിംഗിൾ പീസുകളെ നമ്മൾ ചെറിയ കണ്ടെയ്നറുകളിലും ബേസിലും ചെടിച്ചട്ടികളിലായിട്ടാണ് മാറ്റിയിട്ടിട്ടുള്ളത്. പിന്നെയുള്ളത് നമ്മുടെ ബ്ലൂ ക്രേറ്റുകളാണ്, വലിയ ബോക്സുകൾ. അതിലാണ് കുറച്ച് മൾട്ടിപ്പിൾ കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. ഒരെണ്ണത്തിൽ എനിക്ക് തോന്നുന്നു 4 എണ്ണം കിടക്കുന്നുണ്ട്. രണ്ടാമത്തെ ബോക്സിൽ 3 എണ്ണം കിടക്കുന്നുണ്ട്. അങ്ങനെ 7 എണ്ണം ടോട്ടൽ 2 ബോക്സുകളിലായിട്ട് കിടക്കുന്നുണ്ട്. ഈ 2 ബോക്സുകളിലായിട്ട് കിടക്കുന്ന 7 എണ്ണവും ഇനി വരുന്ന വെള്ളിയാഴ്ചകളിൽ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും വലുതായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ പിടിച്ച് സെപ്പറേറ്റ് ആക്കും. മുമ്പ് ചെയ്ത വീഡിയോകളിലും അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് റെഡ് ക്ലോ ക്രേഫിഷുകളെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. നമ്മുടെ അഡൾട്ട് സൈസുകൾ പല സാഹചര്യങ്ങളിൽ പല സന്ദർഭങ്ങളിലായിട്ട് ഡെഡായി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ തുടക്കത്തിൽ വാങ്ങിയ പീസുകൾ ഇവരെ ബ്രീഡ് ചെയ്യിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ബ്രീഡിംഗ് പെയർ മെയിലും ഫീമെയിലും ബ്രീഡിങ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 1 മാസത്തിനുള്ളിൽ ഡെഡായി പോയി. അങ്ങനെ അവസാനത്തെ ഒരു ഫീമെയിലായിരുന്നു ആ ബ്രീഡിംഗ് പെയറിൽ ഉണ്ടായിരുന്നത്. അത് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ഫീമെയിലും ഇല്ല. ജസ്റ്റ് സർവൈവ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഫാമിൽ നിന്ന് വാങ്ങിയ പീസുകളിൽ സർവൈവ് ചെയ്യുന്ന ഒരേ ഒരു മെയിൽ മാത്രമാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഈ 22 കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലക്കിയാണെന്ന് പറയാം. കാരണം ആ കുഞ്ഞുങ്ങളിൽ തീർച്ചയായിട്ടും മെയിൽസും ഫീമെയിൽസൊക്കെ ഉണ്ടായിരിക്കും. ഫീമെയിലുകളൊക്കെ കുറേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ നമ്മൾ നല്ല രീതിയിൽ നോക്കി വളർത്തി വലുതാക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഉപയോഗിച്ച് നമുക്കിനി വീണ്ടും ബ്രീഡിങ് ചെയ്യാം. ഇപ്പോൾ നമുക്കറിയാം തണുപ്പ് കാലം കാര്യങ്ങളൊക്കെയാണ്. മീനുകൾക്കൊക്കെ പൊതുവെ അസുഖങ്ങളൊക്കെ വരുന്നൊരു സമയമാണ്. പക്ഷേ ഈ ഒരു ക്രേഫിഷുകൾക്ക് നമുക്ക് ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. ഇവരങ്ങനെ വലിയ എന്താ പറയുക പ്രശ്നങ്ങളൊന്നും ഫുഡ് കഴിക്കാതിരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവരിതുവരെ കാണിച്ചിട്ടില്ല. പൊതുവെ മീനുകൾക്കാണ് തണുപ്പ് കാലത്ത് ഫുഡ് കഴിക്കുന്നത് കുറവ്. അതുപോലെ തന്നെ അസുഖങ്ങൾ വരുന്നതൊക്കെ കൂടുതൽ ഈ തണുപ്പ് കാലങ്ങളിലാണ്, വെള്ളം തണുക്കുമ്പോഴാണ്. ഇവർക്ക് വെള്ളം തണുത്തിട്ട് അങ്ങനെ വലിയ ഇഷ്യൂസൊന്നും കാണുന്നില്ല. ക്രേഫിഷുകളെ നമുക്ക് അങ്ങനെ അല്ലെങ്കിലും മീനുകളായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയാണ്. അതുകൊണ്ട് ഷെൽഫിഷുകളാണ്. ഷെൽഫിഷുകളും നമുക്ക് സാധാരണ ഫിഷുകളും തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. എങ്കിലും ഈ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊന്നും ഇവരെ സീരിയസ് ആയിട്ട് ബാധിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. കാരണം നമ്മൾ ഒന്നാമത് ഡയറക്റ്റ് എന്താ പറയുക ഓപ്പൺ എയറിലല്ല ടാങ്കുകളൊന്നും, ടെറസിൻ്റെ മുകളിൽ ടെറസിന് കീഴിലാണ്. അതുകൊണ്ട് കുറച്ച് സേഫാണ്. കാരണം ഡയറക്റ്റ് സൺലൈറ്റ് അങ്ങനെ അടിക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ മഴക്കാലത്താണെങ്കിലും മഴവെള്ളമൊന്നും ഡയറക്റ്റ് വീഴുന്നില്ല. അതുകൊണ്ട് സേഫാണ്. പ്രശ്നം വരാൻ സാധ്യതയുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുക അല്ലെങ്കിൽ ഡയറക്റ്റ് മഴവെള്ളം വീഴുന്ന ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെയാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് കൂടുതലാണ്.
ഇതിപ്പോൾ നമുക്കിതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. മാത്രമല്ല നമ്മൾ ഈ ട്രേകളിലൊക്കെ ഫുള്ളായിട്ട് ഈ ഒരു ഫ്ലോട്ടിംഗ് ചെടി ഇട്ട് കവർ ചെയ്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവർ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് അതിനകത്ത് ഇപ്പോൾ ഇരിക്കുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് കൂടുതലും ഡെഡായി പോയിട്ടുള്ളത് നമ്മൾ ചെടികളൊന്നും ഇടാണ്ട് ഇരുന്ന സാഹചര്യങ്ങളിലായിരുന്നു. ആ സമയത്താണ് ഇവർക്ക് കൂടുതൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ചെടികളൊക്കെ ഇട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യാനായിട്ട് തുടങ്ങിയ സമയം മുതൽ ഈ പറഞ്ഞതുപോലെ ഡെത്ത് റേറ്റ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഓക്സിജൻ്റെ ഇഷ്യൂ നമുക്ക് അധികം വന്നിട്ടില്ല ഇതുവരെ. കാരണം എണ്ണം കുറവാണ്, അതുകൊണ്ടാണ്. പിന്നെ എയറേഷൻ നമ്മൾ കൊടുക്കുന്നില്ല. ഒന്നാമത് വാട്ടർ ചേഞ്ച് ആണ് കൊടുക്കുന്നത് എല്ലാ ആഴ്ചയും. ഇതുപോലെ എല്ലാ വെള്ളിയാഴ്ചകളിലും വാട്ടർ ചേഞ്ച് ആണ് കൊടുക്കുന്നത്. വെള്ളം ചെറിയ രീതിയിലൊക്കെ മോശമാവാറുണ്ട്. ഇപ്പോൾ ട്രേകളിലൊക്കെ അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവാറുണ്ട്. എങ്കിലും അത് ഓക്സിജനെ ഒന്നും ബാധിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ എയറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് വേറെ റിസ്ക് ഫാക്ടറോ കാര്യങ്ങളൊന്നുമില്ല. കാരണം വെള്ളം കലങ്ങി കഴിഞ്ഞാൽ അതിനകത്ത് ഓക്സിജൻ്റെ അളവ് കുറയും, പിന്നെ ഇവർക്ക് പണിയാണ്. എന്തായാലും നമുക്കിതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് റെഡ് ക്ലോക്ക് ക്രേഫിഷുകളുടെ ഈ വെള്ളിയാഴ്ചത്തെ അപ്ഡേറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.